ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമൻറ്റ് റിപ്ലൈ സെക്ഷനാണ് കേട്ടോ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപ്ചയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇട്ട ഓരോരോ വീഡിയോസിൻ്റെ താഴെ ഇട്ട കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ഇവിടെ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റിൽ ഇടുക. ഇതൊരു വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയാണ്. നിങ്ങൾക്കും ഇതേപോലത്തെ സംശയങ്ങളുണ്ടാകാം. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ടെൻഷൻ അടിച്ച് വെറുതെ പോവരുത്. ടെൻഷൻ അടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം പോവും. അപ്പോൾ ടെൻഷൻ അടിച്ച് പോവാതിരിക്കുക, നല്ലോണം കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. നമ്മൾ ടെൻഷൻ അടിച്ച് പോയാലും ടെൻഷൻ ഇല്ലാതെ പോയാലും അവിടെ ചെന്നിട്ട് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാലും എല്ലാം ഒരേ റിസൾട്ട് തന്നെ ഫെയിൽ ആവുള്ളൂ. ഇനിയിപ്പോൾ 50-50 ചാൻസാണ്, വേണമെങ്കിൽ ജയിക്കാം അല്ലെങ്കിൽ ജയിക്കാതിരിക്കാം. അപ്പം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ അതിൻ്റെ 50-50 എന്നുള്ളത് മിക്കവാറും 40-18 ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതായത് 80% ഫെയിൽ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതാണ് പറയുന്നത് ടെൻഷൻ അടിക്കരുതെന്ന്. അപ്പോൾ പിന്നെ ചോദ്യങ്ങളെല്ലാം MVD ലീഡ്സിലുണ്ട്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, പരിവാഹൻ സേവാ സൈറ്റിൽ പോയിട്ടും മോക്ക് ടെസ്റ്റ് ചെയ്യുക. MVD ലീഡ്സിൽ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു ടൈമിങ് കൃത്യമായിട്ട് വന്നോളും. പരിവാഹൻ സേവാ സൈറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് എക്സാം എഴുതുന്നത് അതുപോലെ തന്നെയാണ് ആ ഒരു സൈറ്റ് കൊടുത്തേക്കുന്നത്. ആ ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് അല്ല, ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ആക്കിയിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുള്ളൂ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഓക്കെ. പിന്നെ മാർക്കൊക്കെ ആ ഒരു താഴത്തെ ആ ഒരു സബ്മിറ്റ് ബട്ടൻ്റെ ആ ഒരു ഭാഗത്ത്, പരിവാഹൻ സൈറ്റിലാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സബ്മിറ്റ് ബട്ടൻ്റെ ആ ഭാഗത്ത് നമുക്ക് മാർക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ ലേണേഴ്സ് ടെസ്റ്റ് ചെയ്തുവാണെങ്കിൽ റൈറ്റ് സൈഡിലെ ഏറ്റവും മുകളിലായിട്ടാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും മുകളിലായിട്ട് നമ്മളുടെ ഡീറ്റെയിൽസുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ക്യാപ്ചയുടെ കാര്യം പ്രത്യേകം പറയാനായിട്ടുള്ള, സബ്മിറ്റ് ബട്ടൻ്റെ ആ ഒരു മുകളിലാണ് ക്യാപ്ച നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഒരു ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോകുന്നതിന് മുന്നേ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കമൻറ്റിലേക്ക് എടുക്കാം. 3 ചോദ്യം കഴിഞ്ഞ് ക്യാപ്ച വരുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. കുറേ പേര് പരിചയപ്പെടുന്നു, ടൈം ഔട്ടായി പോകും. ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന് ബിരുദമെടുത്ത മന്ത്രിയാണ്. ഞാനൊരു കാര്യം, ഈ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോകുന്നവർ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ലൈസൻസ് എഴുതാൻ പോകുന്നവർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കുക? നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ അല്ലേ, സേഫായിട്ട് വണ്ടി ഓടിക്കാൻ. ഓക്കെ. ഞാനാണെങ്കിൽ പേഴ്സണലി എൻ്റെ കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊക്കെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതാണ്. എനിക്ക് ലേഡീസ് സ്റ്റോറുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട്, അതുപോലെ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യത്തിന് സ്കൂളിൽ കൊണ്ടുപോയി വിടാനായിട്ട്, അതിനൊക്കെയാണ് എനിക്ക് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആവശ്യം. നമ്മൾ ഫസ്റ്റ് നോക്കുക, അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഫസ്റ്റ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക എന്തിനായിരിക്കും? ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത്, മെയിൻലി ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് എൻ്റെ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്ച വരുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, ആ ഒരു ഇതിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. പെട്ടെന്നൊരു വണ്ടി ബ്രേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകിലത്തെ വണ്ടി ബ്രേക്ക് ഇടാൻ പറ്റണോ ഇല്ലയോ എന്ന് നമ്മൾ ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മൾ തീരുമാനം എടുക്കണം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. അവിടെ എന്ത് പറ്റും? ആക്സിഡൻ്റ് ആവും, നമുക്കും പരിക്ക് പറ്റും, അല്ലെങ്കിൽ വേറൊരാൾക്ക് പരിക്ക് പറ്റും. നമ്മളുടെ ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ. ഇതിങ്ങനെ ആയതുകൊണ്ട് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് നന്നായി. ഞാനിപ്പോൾ തോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കുള്ളൂ, ഇങ്ങനെ ആയത് നന്നായി. കാരണം എന്താണ്, എൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ ഒരു ഇതാണ് അവർ അളക്കുന്നത്. ഡ്രൈവേഴ്സിന് പ്രത്യേകിച്ചും ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളത് നോക്കിയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരാൾ മുന്നിലേക്ക് വരിക എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ഏത് വഴി കൂടെ പിള്ളേരൊക്കെ ഇപ്പോൾ അതേ പോകുന്നുണ്ട്. മിനിഞ്ഞാന്ന് തന്നെ എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടിരിക്കുകയുള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്താണ് കടയിൽ നിന്ന് കടയടച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്ത് നിന്നപ്പോൾ എൻ്റെ മക്കളും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ബസ് വന്ന് നിർത്തി, ഞാൻ എൻ്റെ ചെറിയ മോനെ എടുത്ത് എളിയിലേക്ക് കയറ്റി
തോളത്ത് കയറ്റി, ഓക്കെ, എളിയിൽ ഇരുത്തുക എന്നല്ലല്ലോ പറയും, തോളത്ത് കയറ്റി ബസ്സിൽ കയറാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി. അപ്പോഴത്തേക്കും ബസ്സിൻ്റെ വാതിൽ തുറന്നും ഒരു 2 പിള്ളേർ സൈക്കിളുമായിട്ട് വരുമായിരുന്നു. ആ വാതിക്കലേക്ക് ഒരൊറ്റ ഇടി. അത് കഴിഞ്ഞിട്ട് നേരെ തിരിഞ്ഞ് എൻ്റെ മൂത്ത മോൻ്റെയും തോളത്തിറക്കുന്ന കുട്ടിയുടെ അടുത്തേക്കാണ് വന്നത്. മൂത്ത മോൻ്റെ കയ്യിലും നെഞ്ചിലുമായിട്ട് ഹാൻഡിൽ കൊണ്ടു, എൻ്റെ കാലിലും കൈക്കുമൊക്കെ ആയിട്ട് തട്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് എനിക്ക് രാത്രിയിലൊക്കെ ഭയങ്കര വേദനയായിരുന്നു കൈയും കാലുമൊക്കെ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ആ ഒരു ഡിസിഷൻ മേക്കിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമല്ലേ. നമ്മൾ ആ സഡനായിട്ടുള്ള നമ്മൾക്ക് ആ ഒരു പവർ നമുക്ക് വേണം. എന്താണെങ്കിലും ഞാൻ നീട്ടിക്കൊണ്ടൊന്നും വലിച്ചുകൊണ്ട് പോകുന്നില്ല. അടുത്തൊരു കമൻറ്റിലേക്ക് പോകാം. എനിക്ക് വന്ന ക്യാപ്ച ഇങ്ങനെയല്ല, ബുദ്ധിമുട്ടുള്ളതായിരുന്നു. 6 ലെറ്റേഴ്സ് ആയിരുന്നു, 2 അക്ഷരങ്ങൾ ഒട്ടിച്ചതുപോലെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും വരിക. ഒരു കാര്യം പറയുവാണ്, ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 2-3 പേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ആദ്യം ആപ്ലിക്കേഷൻ നമ്പർ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇപ്പോൾ കുറച്ച് നാളായി ചെയ്തിട്ട്, അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയ ഓർമ്മയില്ല. ആദ്യം ആപ്ലിക്കേഷൻ നമ്പർ, ഐ തിങ്ക് ആപ്ലിക്കേഷൻ നമ്പർ പിന്നെ ക്യാപ്ചയും ആണെന്ന് തോന്നുന്നു അടിച്ചു കൊടുക്കേണ്ടത്. അത് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകും. അവിടെ പിന്നെ എന്തായിരുന്നു, വേറൊരു സംഭവമുണ്ട്, ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതും കൂടി അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യും. പിന്നീട് അടുത്ത പേജിലേക്ക് പോകും. എന്നിട്ട് പിന്നെ നമ്മുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉള്ള ഒരു പേജ് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ മുന്നേ ഉള്ള കാര്യമാണ് ഇയാൾ പറയുന്നത്, ഈ 6 ലെറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. പേഴ്സണലി ഞാൻ ആ ഒരു പേജ് ആദ്യം ഞാൻ ആ ഒരു ക്യാപ്ച അടിച്ചപ്പോൾ എനിക്ക് തെറ്റിപ്പോയിരുന്നു. വീണ്ടും അടിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി ചെയ്തത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടി ഇങ്ങനെ പേടിച്ചിട്ട് ക്യാപ്ച അടിക്കും, ശരിയാവില്ല, ക്യാപ്ച അടിക്കും, ആപ്ലിക്കേഷൻ നമ്പർ അടിക്കും, ക്യാപ്ച അടിക്കും, ശരിയാവില്ല, പിന്നെ ആപ്ലിക്കേഷൻ നമ്പർ അടിക്കും, ക്യാപ്ച അടിക്കും, ശരിയാവില്ല. കുട്ടി പെട്ടെന്ന് നമ്മൾ ഓക്കെ, ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കും. അപ്പോൾ ആ ടെൻഷൻ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പേജ്, അടുത്ത പേജ് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 3ാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കുമാണ് ക്യാപ്ച വരുന്നത്. ആ ഒരു ക്യാപ്ച അടിക്കുമ്പോഴത്തേക്കും നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് ഈ സബ്മിറ്റ് ബട്ടണിൽ 1-2 തവണ ഞെക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു സൈറ്റ് ബ്ലോക്ക് ആവും. നമ്മൾ ഒരു 2-3 സെക്കൻഡ് കാത്തുക്കണം. അവിടുത്തെ വൈഫൈ എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കാം, ചിലപ്പോൾ സ്പീഡ് കുറവായിരിക്കും. ഇത്രയും ആൾക്കാർ കമ്പ്യൂട്ടറിൽ വൈഫൈ ഉപയോഗിക്കുന്നതല്ലേ, അപ്പോൾ സ്പീഡ് മിക്കവാറും കുറവായിരിക്കാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സബ്മിറ്റ് ബട്ടൺ 1-2 തവണ ഞെക്കരുത്, ബ്ലോക്കായി പോവും. അതാണ് ഇവിടെ പറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു 6 ലെറ്റേഴ്സ് പറയുന്നത് ഇത്തിരി എനിക്ക് തോന്നി ഇത്തിരി കടുപ്പമുള്ളതായിരുന്നു. ഞാനപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അകത്ത് തെറ്റിയായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോഴാണ് എൻ്റെ ഇത് കൃത്യത. അതിന് സമയമുണ്ട്, നമ്മൾ പതുക്കെ ടെൻഷൻ അടിക്കാതെ പതുക്കെ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എപ്പോഴാണ് 2-3 പേജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 3 സബ്മിറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് തുടങ്ങുക. അപ്പോൾ അത്രയും നേരം നമുക്ക് സമയമെടുത്ത് പതുക്കെ ഫില്ലപ്പ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പോയാൽ മതി. ഇഷ്ടംപോലെ സമയമുണ്ട്. ഓക്കെ, പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അലേർട്ടായിരിക്കുക, നമുക്ക് സമയമില്ല, ശ്രവട ഉത്തരം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കമൻറ്റിലേക്ക് പോവാം. എനിക്ക് മോക്ക് ടെസ്റ്റിന് 48 ലെവൽ വരെ എത്തി, ഒരെണ്ണം പോലും ഫെയിലാവാതെ മുന്നോട്ടേക്ക് പോയി. ബട്ട് ടെസ്റ്റിന് ചെന്നപ്പോൾ ക്യാപ്ച അടിച്ചു കഴിഞ്ഞ് അൺഎബിൾ ടു പ്രോസസ്സ് എന്ന് കാണിച്ചു. എല്ലാം ശുഭം. അന്ന് വന്നവരിൽ വിരലില്ല എണ്ണാവുന്നവർക്ക് മാത്രം കിട്ടിയോളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 3 കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ്, പിന്നെ 3 പേജ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ താഴെയായിട്ട് നമുക്ക് ക്യാപ്ച ടൈപ്പ് ചെയ്യാനായിട്ട് കൊടുക്കും. അതും ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യം തന്നെ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ശരിയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും, തെറ്റാണെങ്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ വരും. എനിക്ക് തോന്നുന്നു എനിക്ക് ഇതുവരെയായിട്ട് തെറ്റ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ക്യാപ്ച അങ്ങനെ തെറ്റ് വന്നിട്ടില്ല.
എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, ഞാൻ ഊഹിക്കുന്നതാണ്, എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സാധാരണ ഈ ക്യാപ്ചയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റുവാണെങ്കിൽ സാധാരണ സൈറ്റുകളിൽ, പരിവാഹൻ സൈറ്റിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മൊത്തം റീഫ്രഷ് ആയിട്ട് വരും. അതായത് നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടയാളപ്പെടുത്തിയില്ലേ, അപ്പോൾ ആ അടയാളപ്പെടുത്തിക്കുന്ന ആൻസറും അങ്ങോട്ട് മാഞ്ഞു പോവും. അതായത് അടയാളപ്പെടുത്താതെ മൊത്തം ആ പേജ് റീഫ്രഷ് ആയി പോകും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷന്, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ പാടില്ല, ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയിട്ട്, ഇപ്പോൾ കര അടയ്ക്കുന്ന സൈറ്റിൽ കയറിയിട്ട് കര അടയ്ക്കാനായിട്ട് നമ്മൾ ഇതാക്കി എല്ലാം അഡ്രസ്സും നെയിമും അഡ്രസ്സും എല്ലാ കാര്യങ്ങളും എല്ലാം ഫില്ലപ്പ് ചെയ്തിട്ട് ഏറ്റവും താഴെ വന്നിട്ട് ക്യാപ്ച അടിച്ച് കഴിഞ്ഞിട്ട് ക്യാപ്ച തെറ്റാണെന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്ത് വരുന്ന പേജിൽ നമ്മൾ വീണ്ടും ആദ്യം മുതൽ എഴുതി തുടങ്ങണം. ഇത് നമ്മുടെ പേര്, അഡ്രസ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വീണ്ടും റീഫിൽ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങൾ അതും ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ആ ഒരു ഓപ്ഷൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. എനിക്ക് തോന്നുന്നു അതിനകത്തായിരിക്കും മിക്കവാറും അൺഎബിൾ ടു പ്രോസസ്സ് എന്നുള്ള ആ ഒരു ഇത് വന്നത്, ക്യാപ്ച. അതായിരിക്കും മെയിൻ കാരണം. നമ്മൾ ആ ഒരു ഓപ്ഷൻ അടയാളപ്പെടുത്താത്തതുകൊണ്ട് റീഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓപ്ഷൻ ചിലപ്പോൾ എന്താ പറയുക, ആ പേജ് റീഫ്രഷായി പോകുന്നു. അതുകൊണ്ടായിരിക്കാം, ആ ഒരു ക്യാപ്ച മാത്രമല്ലാതെ പേജ് റീഫ്രഷ് ആയി പോകുന്നതുകൊണ്ടായിരിക്കാം. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്, എനിക്കറിയില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നു. അത് ശരിയാവാം, തെറ്റാവാം. അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ അറിയുള്ളൂ. അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അറിയാനായിട്ട് പറ്റില്ല, അത് ശ്രദ്ധിച്ചവർക്ക് മാത്രമാണ് അറിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുതന്നെയാണെങ്കിൽ ഇനി എഴുതാൻ പോകുമ്പോൾ നോക്കുക കേട്ടോ. ആ ഒരു ഓപ്ഷൻസിൽ നമ്മൾ ടിക്ക് ചെയ്ത് മാഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ആ ഓപ്ഷൻസ് കറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ച അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ഞെക്കാനായിട്ട് നോക്കുക. ഈ ക്യാപ്ച ഉള്ള ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്യാപ്ച ടൈപ്പ് ചെയ്യാതെ വെച്ചിട്ട് പിന്നെ ആൻസർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഫസ്റ്റ് ക്യാപ്ച ചെയ്ത് വെച്ചിട്ട് പിന്നെ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നാണ്. എന്നേക്കാളും നല്ലത്, എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ, നമ്മൾ ആൻസർ ആദ്യം അടിച്ചിട്ട് ക്യാപ്ച ചെയ്യുമായിരിക്കും നല്ലത്. നമുക്ക് അത്രയ്ക്ക് ടെൻഷൻ കുറഞ്ഞു കിട്ടും. ചിലപ്പോൾ ആൻസർ നമ്മൾ അടിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അൺഎബിൾ ടു പ്രോസസ്സ് എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എനിക്കിതുവരെയായിട്ടും വന്നിട്ടില്ല, ചിലപ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കും, നമ്മളെന്താ തെറ്റ് ചെയ്തതെന്നുള്ളത്. സമയം പോകുമ്പോൾ എന്താണെങ്കിലും ആരൊക്കെയാണെങ്കിലും ടെൻഷൻ വരും, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസിയാണ്. സമയം പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഞാൻ അല്ലാതെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ടാവും. ഓക്കെ, നമ്മൾ പേടിച്ചു പോവും, ഇറ്റ്സ് നോർമൽ. അതുകൊണ്ടാണ് പറയുന്നത്, ക്വസ്റ്റ്യൻസ് ആദ്യം അടയാളപ്പെടുത്തിയിട്ട് ക്യാപ്ചർ ചെയ്യുക. കഴിഞ്ഞിട്ട് വീണ്ടും ക്യാപ്ചർ തെറ്റിയെന്ന് കാണുകയാണെങ്കിൽ പേജ് റീഫ്രഷ് ആയിട്ട് വരും. ക്വസ്റ്റ്യൻ ആൻസർ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് ക്യാപ്ച വീണ്ടും എൻ്റർ ചെയ്യുക. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കമൻറ്റിലേക്ക് പോവാം. ക്യാപ്ചയിൽ എന്താണ് എഴുതേണ്ടത്? ഓക്കെ, അപ്പോൾ ക്യാപ്ച എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ക്യാപ്ച എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലെറ്റേഴ്സ്, ഒന്നെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്പേഴ്സും കൂടി മിക്സഡ് ആയിട്ടുള്ള രീതി വരും. നമുക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ, പറ്റാത്ത രീതിയിൽ, ഇങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും വരാം. ലേണേഴ്സ് ടെസ്റ്റിനകത്ത് നമുക്ക് ശരിക്കും എക്സാം പേപ്പറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4-5 ലെറ്റേഴ്സായിട്ടാണ് വരുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് പ്ലസ് നമ്പേഴ്സാണ് വരുന്നത്. എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോബോട്ടല്ല, നമ്മൾ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ്. അത് എല്ലാ വെബ്സൈറ്റിലും ഉണ്ട്. ഇങ്ങനെ ക്യാപ്ച ടൈപ്പ് ചെയ്ത് ഇപ്പോൾ കരടയ്ക്കുമ്പോഴും എല്ലാം ഉണ്ട് ക്യാപ്ച. ഇത് ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് തരുന്നു, അതത്രേ ഉള്ളൂ. നെക്സ്റ്റ് കമൻറ്റ്, ക്യാപ്ചയ്ക്ക് സെപ്പറേറ്റ് 30 സെക്കൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ മൊത്തം ക്വസ്റ്റ്യനുള്ള 30 സെക്കൻഡ് ബാക്കിയാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് ആക്ച്വലി ആ ഒരു ടൈമർ ഞാൻ കണ്ടില്ല എൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. എനിക്കത് നോക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ മാർക്കിൻ്റെ ഇത് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ, ടൈമർ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്യാപ്ചയ്ക്ക് ഇഷ്ടം പോലെ ടൈം ഉണ്ടാവും. അതാണ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം കാണാപ്പാഠം പഠിക്കുക,
നമുക്ക് എല്ലാം വായിച്ചു നോക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. എന്നാലും ലേണേഴ്സ് ടെസ്റ്റ് നമ്മൾ എന്താ പറയുക, വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ പഠിച്ചെടുക്കുക. ഓപ്ഷൻസ് എല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്ര ഓപ്ഷനാണെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് എല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത്. MBD ലീഡ്സിൽ പറഞ്ഞിരിക്കുന്ന അതേ ഓപ്ഷൻസ് തന്നെ അതേ ഓർഡറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇത്രയ്ക്ക് വലിയ ടൈമൊന്നും എടുക്കും, 30 സെക്കൻഡ് ഒന്നും എടുക്കില്ല, 1-2 സെക്കൻഡ് എടുക്കുള്ളൂ. നമ്മൾ ആ ഒരു ചോദ്യം വായിക്കുന്നു, അപ്പോൾ തന്നെ ആൻസർ ഇതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. തെറ്റാം ശരിയാവാം. അപ്പോൾ ആ ഒരു മാർക്ക് ആടായി വന്നോളൂ. പിന്നെ ക്യാപ്ചയ്ക്കാണ് കുറച്ച് ടൈം പോണത്. അത് നമ്മൾ നമ്മുടെ ഒരു രീതി വെച്ചിട്ട് നമ്മളത് മാനേജ് ചെയ്ത് പോവുക, അത്രയാണുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കമൻറ്റ്. ഓരോ 3 ചോദ്യം കഴിഞ്ഞാണോ അതോ അതിനൊപ്പമാണോ ക്യാപ്ച വരുന്നത്? ക്യാപ്ചയ്ക്ക് ചോദ്യത്തിൻ്റെ ഉത്തരത്തിനും ഒരുമിച്ച് 30 സെക്കൻഡാണോ? ലാസ്റ്റ് ഇന്ന് പറയാവേ. ഇപ്പോൾ ക്യാപ്ചയ്ക്കും ഉത്തരത്തിനും 30 സെക്കൻഡാണ് ഉള്ളത്. പൊതുവേ നമ്മളെങ്ങനെയാണ് ഉത്തരം ചെയ്യുന്നത്, അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നു, ഒരു 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഉത്തരം എഴുതുകയാണെങ്കിൽ നമുക്ക് ബാക്കി 20 സെക്കൻഡ് അടുത്ത ചോദ്യത്തിന് കിട്ടും. അങ്ങനെ 10 സെക്കൻഡ് ഇങ്ങനെ ലാഭിക്കുവാണെങ്കിൽ നമുക്ക് ആ ക്യാപ്ച എഴുതാനായിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ആലോചിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്, നമ്മൾ അടയാളപ്പെടുത്താനായിട്ട്. അതാണ് പറഞ്ഞത്, MBD ലീഡ്സ് നോക്കി ചോദ്യോത്തരങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, കാണാപ്പാടും പഠിച്ചു വയ്ക്കുക. ഈ ഒരു കാര്യത്തിന് മാത്രം. എല്ലാം വായിച്ചു നോക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. പക്ഷേ ലേണേഴ്സ് ടെസ്റ്റ് നമ്മളങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്യണം. അതുകൊണ്ട് തന്നെ അതേ ഓപ്ഷൻസും ആയതുകൊണ്ട് തന്നെ ചോദ്യം പഠിക്കുക, ഓപ്ഷൻ ഏതാണോ അത് പഠിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ ഓരോ 3 ചോദ്യം കഴിഞ്ഞാണോ അതോ അതിനൊപ്പമാണോ ക്യാപ്ച വരുന്നത്? 3 ചോദ്യത്തിൻ്റെ 3ാമത്തെ ചോദ്യം അതിൻ്റെ ആ ഒരു സബ്മിറ്റ് ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ക്യാപ്ച എൻ്റർ ചെയ്യേണ്ടത്, ക്യാപ്ച വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് സബ്മിറ്റ് അടിക്കുക. ചേച്ചി, ഒരു ക്യാപ്ചയിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും മിക്സ് ആയിട്ട് വരുമോ അതോ ഒരു ക്യാപ്ച ഒന്നെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫുൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫുൾ ആയാണോ? ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ പേജ് അല്ലെങ്കിൽ സെക്കൻഡിലത്തെ പേജിൽ മിക്സഡ് ആയി തന്നെ ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ് പ്ലസ് നമ്പേഴ്സ് ആയിരുന്നു എനിക്ക് വന്നത്. അതായത് പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുമ്പോൾ വരുന്ന ക്യാപ്ച എന്ന് പറയുന്നത് മിക്സഡ് ആയിരുന്നു. അത് നമുക്ക് സമയം എടുത്ത് ചെയ്യാം, നമുക്ക് എത്ര വേണമെങ്കിലും ടൈം എടുത്ത് ചെയ്യാവുന്ന ഒരു ക്യാപ്ചയാണത്. അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ താഴെ സബ്മിറ്റ് ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ട് ക്യാപ്ച വരും. അത് എനിക്ക് വന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് പ്ലസ് നമ്പേഴ്സാണ്. അതും 4-5 ലെറ്റേഴ്സാണ് വന്നത്. ഓക്കെ, അപ്പോൾ അത് എളുപ്പമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഓരോരോ വീഡിയോസും ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ നോക്കുക, എന്നിട്ട് പോയി എഴുതുക. ഓക്കെ, പേടിക്കാതെ എഴുതുക. ക്യാപ്ചയ്ക്ക് എത്ര സെക്കൻഡ് ഉണ്ട്? ക്യാപ്ചയ്ക്ക് എത്ര സെക്കൻഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചയ്ക്കും ആൻസറിനും ക്വസ്റ്റ്യൻ ആൻസറിനും കൂടി 30 സെക്കൻഡാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു 10 സെക്കൻഡിനുള്ളിൽ ചെയ്യുവാണെങ്കിൽ ബാക്കി 20 സെക്കൻഡ് ബാക്കിയുണ്ട്. സെക്കൻഡിലത്തെ ക്വസ്റ്റ്യനും 10 സെക്കൻഡ് എടുക്കുവാണെങ്കിൽ വീണ്ടും 20 സെക്കൻഡ്, അതായത് 40 സെക്കൻഡ് ബാക്കിയുണ്ട്. തേർഡിലത്തെ ക്വസ്റ്റ്യനും ആ ഒരു 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ അടയാളപ്പെടുത്തിയിട്ട് പോരുവാണെങ്കിൽ ക്യാപ്ചയ്ക്ക് കൃത്യം ഒരു 60 സെക്കൻഡ് കിട്ടും. നമുക്ക് ആ ഒരു അങ്ങനെയാണ് നമ്മൾ ആ ക്യാപ്ച ഉണ്ട് എന്നറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ആ ഒരു കണക്ക് വെച്ചിട്ട് വേണം നമ്മുടെ ആൻസർ ചെയ്യാനായിട്ട്. നമ്മൾക്ക് കൂടുതൽ സമയം കളയാനായിട്ടില്ല, പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് അടയാളപ്പെടുത്തുക, എന്നിട്ട് ക്യാപ്ച വന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എങ്കിൽ മാത്രം കേട്ടോ ആ ഒരു സെൻസ് നമുക്ക് കിട്ടിയിരിക്കണം, സഡനായിട്ട് നമ്മളത് ചെയ്തിരിക്കണം.